നമസ്കാരം. ഇന്ത്യൻ ടി20 ടീമിൽ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണിന് ഭീഷണിയായി കൂടുതൽ പേർ ഈ IPLിലൂടെ ഉയർന്നു വരുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ IPLിലൂടെയാണ് നമുക്ക് ഭൂരിഭാഗം സമയത്തും നല്ല താരങ്ങളെ, അതായത് യൂത്ത് താരങ്ങളെ നമുക്ക് കയ്യിലെടുക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ പല മാറ്റങ്ങളും ടീമിൽ വന്നിട്ടുള്ളതും IPLിന് ശേഷമാണെന്ന് നമുക്ക് പേരെടുത്ത് പറയാനും സാധിക്കും. കഴിഞ്ഞ ടി20 ലോകകപ്പിൽ തന്നെ എടുത്തു നോക്കിയാൽ ഇന്ത്യയുടെ ഹീറോയായി മാറാൻ സാധിച്ചെങ്കിലും ടീമിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ഇപ്പോഴും സേഫ് ആയിക്കിട്ടില്ല എന്നത് യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി ഈ IPL സെഞ്ചുറി അടക്കം നേടി സഞ്ജു മിന്നുന്ന ഫോമിലാണെങ്കിലും ഇനി വരാനിരിക്കുന്ന മത്സരങ്ങളിലും പ്രകടനം ആവർത്തിക്കേണ്ടതായി ഉണ്ട്. സ്ഥിരത പുലർത്താനായാൽ മാത്രമേ ടീമിലെ സ്ഥാനവും ഭദ്രമാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയുള്ളൂ. IPL മിന്നുന്ന പ്രകടനവുമായി സഞ്ജുവിന് ഭീഷണിയായി മാറിയവർ ആരൊക്കെയാണെന്ന് തന്നെ നമ്മൾ അറിയേണ്ടതായി ഉണ്ട്. പഞ്ചാബ് കിങ്സിന്റെ ഇടംകായൻ ഓപ്പണറും വെടിക്കെട്ട് ബാറ്ററുമായ പ്രിയാൻ ഷാരിനാണ് ഈ ലിസ്റ്റിൽ ആദ്യത്തെയാൾ. കഴിഞ്ഞ സീസണിൽ ടൂർണമെന്റിൽ വരവറിയിച്ച അദ്ദേഹം ഈ സീസണിലും ഫോം ആവർത്തിക്കുകയാണ് നമ്മൾ കാണുന്നത്. 2025 കന്നി സെഞ്ചുറി അടക്കം 450+ റൺസ് വാരിക്കൂട്ടിയ പ്രിയാൻഷ് ഈ സീസണിലും മോശമാക്കിയിട്ടില്ല. ഇത്തവണ 6 ഇന്നിംഗ്സുകളിലായി 248 എന്ന വിശ്വസനീയമായ സ്ട്രൈക്ക് റേറ്റോടെ 211 റൺസ് അദ്ദേഹം നേടിക്കഴിഞ്ഞു. ഇതിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരായ അവസാന കളിയിലും ഇന്നിംഗ്സ് ആണ് അദ്ദേഹത്തിന് എടുത്തു പറയേണ്ടത്. വെറും 37 ബോളിൽ പ്രിയാൻഷ് വാരിക്കൂട്ടിയത് 93 റൺസാണ്. അധികം വൈകാതെ തന്നെ താരത്തിന് ഇന്ത്യൻ ടീമിലേക്ക് വിളിയും എത്തിയേക്കാം. നിലവിൽ ഇന്ത്യൻ ടി20 ടീമിന്റെ ഭാഗമല്ലാത്ത ഇടംകായൻ അഗ്രസീവ് ബാറ്റർ യശസ്വി ജയ്സ്വാൾ ആണ് അടുത്തയാളെന്ന് പറയാം. രാജസ്ഥാൻ റോയൽസിനായി IPLിൽ മിന്നിക്കുകയാണ് അദ്ദേഹം. വെറുതെ കണ്ണും പൂട്ടിയാക്കാതെ സാഹചര്യവും ബൗളിംഗുമെല്ലാം മനസ്സിലാക്കി അഗ്രസീവായി സ്കോർ ചെയ്യാൻ ജയ്സ്വാളിന് കഴിയുകയും ചെയ്യും. ഇന്ത്യൻ ടി20 ടീമിൽ ഈ വർഷം തന്നെ ജയ്സ്വാളിനെ നമുക്ക് വീണ്ടും കാണാനായേക്കുമെന്നതും പ്രതീക്ഷയാണ്. കാരണം അന്താരാഷ്ട്ര ടി20യിൽ നിന്നും ഒരിക്കലും മാറ്റി നിർത്തിക്കപ്പെടേണ്ട ഒരാളല്ല അദ്ദേഹം. ഈ സീസണിൽ റോയൽസിനെ 6 കളിയിൽ നിന്നും 182.72 സ്ട്രൈക്ക് റേറ്റോടെ 223 റൺസ് ജയ്സ്വാൾ സ്കോർ ചെയ്തിട്ടുണ്ട്. വെടിക്കെട്ട് വിക്കറ്റ് ബാറ്റർ തന്നെ ഇപ്പോൾ പ്രഭ്സ്മൻ സിംഗ് ആണ് അടുത്തയാളെന്ന് പറയണം. അതുപോലെ IPLിൽ കഴിഞ്ഞ കുറച്ച് സീസണുകളായി സ്ഥിരതയാർന്ന പ്രകടനവുമായി ഇന്ത്യൻ ടീമിൽ വിളി കാത്തിരിക്കുകയാണ് അദ്ദേഹം എന്നുകൂടി നമുക്ക് പറയാൻ സാധിക്കും. IPLിലെ അണ്ടർ റേറ്റഡ് ഓപ്പണർ എന്ന് തന്നെ വിളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് പ്രഭ്സ്മൻ നമുക്ക് വിളിക്കാം. 2023 പഞ്ചാബിൽ ഫുൾ ടൈം ഓപ്പണറായി അദ്ദേഹം മാറുകയും ചെയ്തു. 2 സീസണുകളിലായി 700-നടുത്ത് റൺസും പ്രഭ്സ്മൻ അടിച്ചെടുത്തു. കഴിഞ്ഞ വർഷം താരത്തിന്റെ കരിയർ ബെസ്റ്റ് സീസണായി മാറുകയും ചെയ്തു. 160 മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ 549 റൺസ് വാരിക്കൂട്ടു. ഇത്തവണ 2 ഫിഫ്റ്റികളടക്കം 211 റൺസും പ്രഭ്സ്മൻ നേടിക്കഴിഞ്ഞു. ഇന്ത്യൻ ക്രിക്കറ്റിലെ വണ്ടർ കിഡായ വൈഭവ് സൂര്യവംശിയാണ് സഞ്ജു സാംസന്റെ ഓപ്പണിംഗ് റോളിന് ഭീഷണിയാകുന്ന 4-ാമൻ. കഴിഞ്ഞ IPLിലൂടെ ഇറങ്ങേറിയ 15-കാരൻ ഇത്തവണയും രാജസ്ഥാൻ റോയൽസ് മിന്നിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ധോണിയുടെ ദത്തുപുത്രനായി മാറാൻ സാധ്യതയുള്ള വൈഭവ് സൂര്യവംശിയാണ്. ധോണിക്ക് ഇതിൽ കൈകടത്താനുള്ളൊരു അവകാശമുണ്ട് ഇപ്പോഴും. അങ്ങനെ നോക്കിയാൽ ധോണി മുന്നോട്ട് വയ്ക്കുക ഈ ഒരു താരത്തിന് തന്നെയായിരിക്കും. അങ്ങനെ നോക്കിയാൽ സഞ്ജുവിന് ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും സഞ്ജുവിന്റെ രീതിയിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് സഞ്ജുവിന്റെ കരിയറിനെ തന്നെ ഇനി കാണേണ്ടതായി മാറ്റുമെന്നും പറയുന്നുണ്ട്.